മനുഷ്യശരീരം വളരെ സങ്കീർണവും ഓരോ അവയവത്തിനും അതിന്റേതായ ധർമ്മങ്ങളുമുള്ള ഒന്നാണ്. പ്രധാനപ്പെട്ട ചില അവയവങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മങ്ങളെക്കുറിച്ചും താഴെ കൊടുക്കുന്നു. തലച്ചോറ്, ബ്രെയിൻ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് തലച്ചോറ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണിത്. ധർമ്മങ്ങൾ: ചിന്ത, ഓർമ്മ, വികാരങ്ങൾ, സംസാരം, കാഴ്ച, കേൾവി, ചലനം, ശ്വാസം, ഹൃദയമിടിപ്പ് തുടങ്ങിയ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന കൺട്രോൾ റൂമാണിത്. ഹൃദയം, ഹാർട്ട്. നെഞ്ചിന്റെ മധ്യഭാഗത്ത് അല്പം ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശീനിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. ധർമ്മങ്ങൾ: ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം. ഓക്സിജനും പോഷകങ്ങളും ശരീരകോശങ്ങളിൽ എത്തിക്കുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും രക്തചംക്രമണം അത്യാവശ്യമാണ്. ശ്വാസകോശം, ലങ്സ്. നെഞ്ചിന്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് വലിയ സ്പോഞ്ച് പോലുള്ള അവയവങ്ങളാണ് ശ്വാസകോശങ്ങൾ. ധർമ്മങ്ങൾ: നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ശ്വാസകോശങ്ങളാണ്. ശ്വാസമെടുക്കാനുള്ള കഴിവ് നിലനിർത്തുന്നതിൽ ഇവയ്ക്കു വലിയ പങ്കുണ്ട്. കരൾ, ലിവർ. വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഗ്രന്ഥിയാണ് കരൾ. ധർമ്മങ്ങൾ: ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണിത്. ദഹനം: പോഷകങ്ങൾ സംഭരിക്കൽ, വിഷവസ്തുക്കളെ നീക്കം ചെയ്യൽ, പിത്തരസം ഉൽപ്പാദിപ്പിക്കൽ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കൽ എന്നിങ്ങനെ 300-ലധികം ധർമ്മങ്ങൾ കരളിനുണ്ട്. വൃക്കകൾ, കിഡ്നീസ്. വയറിന്റെ പിൻഭാഗത്തായി നട്ടെല്ലിന്റെ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന രണ്ട് ബീൻസ് ആകൃതിയിലുള്ള അവയവങ്ങളാണ് വൃക്കകൾ. ധർമ്മങ്ങൾ: രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചു നീക്കി മൂത്രമായി പുറന്തള്ളുക എന്നതാണ് വൃക്കകളുടെ പ്രധാന ധർമ്മം. ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നിയന്ത്രിക്കുന്നതിലും ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ആമാശയം, സ്റ്റൊമാക്. ദഹനവ്യവസ്ഥയുടെ ഭാഗമായ ഒരു പേശിസഞ്ചിയാണ് ആമാശയം. അന്നനാളത്തിൽ നിന്ന് ആഹാരം ഇതിലൂടെ കടന്നുപോകുന്നു. ധർമ്മങ്ങൾ: ഭക്ഷണം ശേഖരിക്കുകയും ദഹിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ആമാശയത്തിന്റെ പ്രധാന ധർമ്മം. ആമാശയത്തിലെ ആസിഡുകളും എൻസൈമുകളും ഭക്ഷണത്തെ ചെറിയ കഷണങ്ങളാക്കാൻ സഹായിക്കുന്നു. കുടലുകൾ, ഇൻറ്റസ്റ്റീൻസ്, സ്മോൾ ആൻഡ് ലാർജ്. ആഹാരം പൂർണ്ണമായി ദഹിപ്പിച്ച് പോഷകങ്ങൾ ആഗിരണം ചെയ്യുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്ന ദഹനവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് ചെറുകുടലും വൻകുടലും. ചെറുകുടൽ ദഹിച്ച ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നു. വൻകുടൽ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്യുകയും ഖരമാലിന്യങ്ങൾ മലമായി പുറന്തള്ളുന്നതിനു മുമ്പ് സംഭരിക്കുകയും ചെയ്യുന്നു. അസ്ഥികൾ, ബോൺസ്. ശരീരത്തിന് ആകൃതിയും ഘടനയും നൽകുന്ന കഠിനമായ ഭാഗങ്ങളാണ് അസ്ഥികൾ. ധർമ്മങ്ങൾ: ശരീരത്തിന് താങ്ങും ബലവും നൽകുന്നു, ആന്തരികാവയവങ്ങളെ സംരക്ഷിക്കുന്നു, ചലനത്തിന് സഹായിക്കുന്നു, രക്തകോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നു, ധാതുക്കൾ സംഭരിക്കുന്നു. പേശികൾ, മസിൽസ്. ചലനത്തിന് സഹായിക്കുന്ന ശരീരത്തിലെ പ്രധാന ഘടകങ്ങളാണ് പേശികൾ. ധർമ്മങ്ങൾ: ശരീരഭാഗങ്ങളെ ചലിപ്പിക്കുക, ഹൃദയമിടിപ്പ്, ശ്വാസം എന്നിങ്ങനെയുള്ള ആന്തരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക, ശരീര താപനില നിലനിർത്തുക എന്നിവയെല്ലാം പേശികളുടെ ധർമ്മങ്ങളാണ്. ത്വക്ക്, സ്കിൻ. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ധർമ്മങ്ങൾ: ശരീരത്തെ ബാഹ്യമായ അണുക്കളിൽ നിന്നും പരിസ്ഥിതിയിലെ മാറ്റങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു, ശരീര താപനില നിയന്ത്രിക്കുന്നു, സംവേദനങ്ങൾ, ചൂട്, തണുപ്പ്, വേദന തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവയെല്ലാം മനുഷ്യശരീരത്തിലെ പ്രധാനപ്പെട്ട ചില അവയവങ്ങളാണ്. ഓരോന്നിനും അതിന്റേതായ ധർമ്മങ്ങളുണ്ട്. ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം സുഗമമായി പ്രവർത്തിക്കുന്നത്.